ഹലോ മകളെ, ഇക്വേഷൻസ് ചാപ്റ്ററിലുള്ള കുറച്ച് അടിച്ചുപൊളി ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. പഠിച്ചു വെക്കുക, ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ എക്സാമിന് വരും. അപ്പൊ മാർക്ക് പോകാൻ പാടില്ല. നമുക്ക് സമവാക്യങ്ങളാണ് നമ്മുടെ ചാപ്റ്റർ. ചോദ്യം നമ്പർ 1. 2 is added to 3 times of a number gives 17. Find the number. ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തന്നുകൊണ്ട് നമ്മൾ അതിനെ ഇക്വേഷൻ ആക്കി മാറ്റി സോൾവ് ചെയ്തെടുക്കുക. അതല്ലേ നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റിൽ പറഞ്ഞ ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 2 കൂട്ടിയാൽ 17 കിട്ടുന്നു, സംഖ്യ കണക്കാക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യം തന്നാൽ നിങ്ങൾ എങ്ങനെ തുടങ്ങാം? എക്സാം ഹോളിൽ സ്റ്റെക്ക് ആവരുതേ. നമുക്കിങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനോ ചെയ്യാനോ കിട്ടുന്നില്ലെങ്കിൽ നമ്മളൊരു എക്സ് എടുത്തങ്ങ് തുടങ്ങിയാൽ മതി. ഒരു സംഖ്യ നമ്മൾ ആ സംഖ്യയായിട്ട് ഏതാണ് എടുക്കേണ്ടത്? ഒരു എക്സ് ആക്കി അങ്ങ് തുടങ്ങാം. നമ്പർ ഈക്വൽ എക്സ് ആക്കി എടുക്കാം. ആ സംഖ്യയുടെ 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഇക്വേഷൻ ആക്കി നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഇക്വേഷൻ ആക്കാൻ. സംഖ്യ എക്സ്, അതിന്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3 ടൈംസ്. 3 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റു 3 ആണോ, പ്ലസ് 3 ആണോ, ബൈ 3 ആണോ? എന്താ ചെയ്യണ്ടേ? 3 ടൈംസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 3 ആണ്, 3x. അപ്പൊ നമ്മുടെ സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3x ആയേ. അതിനോട് എന്താ ചെയ്യാൻ പറഞ്ഞത്? അതിനോട് 2 ആഡ് ചെയ്യാൻ. 2 ഈസ് ആഡഡ് ആരോട്? ടു 3 ടൈംസ് ഓഫ് എ നമ്പർ. ഇതിനോട് നിങ്ങൾ 2 ആഡ് ചെയ്താൽ എന്ത് കിട്ടുന്ന പറഞ്ഞേ? 17 കിട്ടും. ക്വസ്റ്റ്യൻ വായിച്ച് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയാൽ ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് മാറിക്കോളും. അപ്പൊ 3x + 2 = 17 ആണെങ്കിൽ 3x. ഇനി ഇതെങ്ങനെയാ സോൾവ് ചെയ്യുക? സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? എടാ ഒന്നുമില്ല, സിമ്പിൾ പരിപാടി. ഈക്വൽ ഇവിടെ ഉണ്ടല്ലോ. ഈക്വൽ ടുന്റെ അപ്പുറത്ത് ഒരു 17 ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു 17 ഉണ്ട്, ഞാനും 17 എഴുതി വെച്ചു. ഈക്വൽ ടുന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു 3x ഉണ്ട്, ഞാനും 3x എഴുതി വെച്ചു. ഇനിയോ ഈക്വൽ ടുവിന്റെ ലെഫ്റ്റിൽ ഒരു +2 ഉണ്ട്, അത് ഞാൻ ഇവിടെ തന്നെ വെച്ചാൽ +2. ഞാൻ ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയാലോ? അങ്ങോട്ട് കൊണ്ടുപോയാൽ പിന്നെ അവൻ -2 ആണ്. അതോടെ നമ്മുടെ 3x എന്ന് പറയുന്നത് 17 2 മൈനസ് ചെയ്താൽ 15 ആയിരിക്കും. x ഈസ് ഈക്വൽ 15 ഇവിടെ ഉണ്ട്. ഞാൻ നോക്കണേ, ഈ 3 ഇൻറ്റു എക്സിലുള്ള ഈ ഇൻറ്റു 3 ഇങ്ങോട്ട് പോയാൽ എന്താവും? ഡിവൈഡഡ് ബൈ 3 ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ 5 ആണെന്ന് കിട്ടും. 5 ആയിരിക്കും ആ നമ്പർ കേട്ടോ. അപ്പൊ നമ്മുടെ നമ്പർ 5 ആണ്. ആൻസർ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കട്ടെ. ഇങ്ങനെ നിങ്ങൾ ഈ ഫസ്റ്റ് അല്ല, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ അല്ലേ, നമ്മുടെ ഈ സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കാൻ ഒറ്റയ്ക്ക് പറ്റുമെന്നാണ് ഓരോ ചോദ്യം കിട്ടുമ്പോഴും നിങ്ങൾ നോക്കേണ്ടത്. ഒന്ന് തുടങ്ങിയാൽ നിങ്ങൾക്ക് തന്നെ ഐഡിയ കിട്ടും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അവർ കുറെ കഥയൊക്കെ പറയും. അപ്പൊ എങ്ങനെയാണ് ഇക്വേഷൻ എടുക്കേണ്ടതെന്നൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. കാണിച്ചു തരാം. അടുത്ത ചോദ്യം നോക്കിക്കോ, കുറച്ചും കൂടി ഒന്ന് വലുതാക്കി നോക്കാം. The length of a rectangle is 4 centimeter more than its breadth. ഒരു റെക്റ്റാംഗിളിന്റെ, അതായത് ഒരു ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത് വീതിയേക്കാൾ 4 സെന്റിമീറ്റർ കൂടുതലാണ്. എന്നിട്ടോ അതിന്റെ ചുറ്റളവ് പെരിമീറ്റർ 32 ആണെന്നും പറയുന്നുണ്ട്. ചുറ്റളവ് 32. ക്വസ്റ്റ്യൻ നോക്കേ. ഇഫ് ദ ബ്രെഡ്ത്ത് ഈസ് എക്സ്, then what is its length? ബ്രെഡ്ത്ത് എക്സ്, വീതി എക്സ് ആണെങ്കിൽ നീളം എത്രയെന്നാ ചോദിക്കുന്നത്. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ അവർ ഒന്നും വേണ്ടിയിട്ടില്ല, നമ്മൾ അങ്ങ് എക്സിൽ തുടങ്ങിയതാ. ഇത് അവർ കറക്റ്റ് പറയുന്നുണ്ട്, വീതി എക്സ് തന്നെ എടുക്കണം. അങ്ങനെയാണെങ്കിൽ അടുത്തവൻ എത്രയെന്നാണ് ചോദിക്കുന്നത്. ആ ഒരു കണക്ഷൻ മനസ്സിലാക്കുക. അവർ പറഞ്ഞതിന്റെ മുകളിൽ നിന്ന് മുന്നോട്ടേക്ക് പോകും കേട്ടോ. ഇനി ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും നിങ്ങൾ ലെങ്ത് എക്സ് ആക്കി പ്രോബ്ലം ചെയ്യരുത്. അവർ ബ്രെഡ്ത്ത് എക്സ് ആക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അതിന്റെ മുന്നോട്ടേക്കാണ് പോകേണ്ടത്. ഇനി ആലോചിച്ചോ, ക്വസ്റ്റ്യൻ വായിച്ചോ. വീതി എക്സ്, വീതിയേക്കാൾ 4 കൂടുതൽ. വീതിയേക്കാൾ 4 കൂടുതലല്ലേ അതിന്റെ നീളം എന്ന് പറയുന്നത്. അപ്പൊ എക്സിനേക്കാൾ 4 കൂടുതലാണെങ്കിൽ ആരായിരിക്കും? എ ക്വസ്റ്റ്യന്റെ ആൻസർ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് + 4 ആയിരിക്കും. അതിനേക്കാൾ 4 കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ എഴുതിയാട്ടെ. വീതി എക്സ് വീതിയേക്കാൾ 4 കൂടുതലായതുകൊണ്ട് നമ്മൾ എക്സ് + 4 എന്ന് എഴുതി വെച്ചു. ക്ലിയർ? ഇനി എന്താ ചോദിക്കുന്നത്? ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ. ചതുരത്തിന്റെ നീളവും വീതിയും നമ്മൾ കണ്ടുപിടിക്കണം. പ്രോബ്ലം ചെയ്യാനുള്ള ക്ലൂ 32 എന്ന് പറയുന്ന ഒരു സംഖ്യ കണ്ടോ നിങ്ങൾ? ആരാ 32? പെരിമീറ്റർ, ചുറ്റളവാണ്. ആ ചുറ്റളവിന്റെ ഇക്വേഷൻ എഴുതിക്കൊണ്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താ? 2 ഗുണം നീളം പ്ലസ് വീതി അല്ലേ? 2 ഇൻറ്റു നീളം പ്ലസ് വീതി ചെയ്താലാണ് നമുക്ക് ചുറ്റളവായ 32 കിട്ടുക. അതിൽ 2 ഇൻറ്റു നീളത്തിന് പകരം നമ്മൾ എക്സ് + 4 എന്നാണ് കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞാൽ നടുവിൽ ഇതാ ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. ഈ എക്സ് + 4 എന്ന് പറയുന്നത് ലെങ്ത്തിന് പകരം എഴുതിയതാണ് എക്സ് + 4. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ആ പ്ലസ് രണ്ടാമത് എഴുതി. അതിനുശേഷം ബ്രെഡ്ത്തിന്റെ ബി, വീതി എന്ന് പറഞ്ഞാൽ വേറെ ഒരു എക്സ് ആണ്. ഇത്രയും ചെയ്താൽ 32. ഇനി നിങ്ങൾ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ഈ 2 ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്? ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇവിടെ ഒരു എക്സും ഇവിടെ ഒരു എക്സും. അപ്പൊ എക്സ് + എക്സ് എന്ന് പറഞ്ഞാൽ 2x ആയില്ലേ? 2x പ്ലസ് ഇവിടെ ഒരു 4 ഉണ്ട് അല്ലേ? 2x + 4 32. ഇങ്ങനെ കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോ. അടുത്ത സ്റ്റെപ്പ്, ഈ പുറമെ ഒരു 2 കണ്ടോ? ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് വെച്ചാൽ 2 ഗുണിക്കണം എന്നല്ലേ അർത്ഥം? 2 ഇൻറ്റു അല്ലേ? അപ്പൊ ഈ ഇൻറ്റു ഉള്ള ഈ 2 എടുത്ത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ അത് ഡിവൈഡഡ് ബൈ 2 ആയിട്ട് അത് ചെറുതാവും. നമുക്ക് അങ്ങനെ ഒന്ന് ചെറുതാക്കി നോക്കിയാലോ? നോക്കുക.
അങ്ങനെ നിങ്ങളെ ആൻസർ 2x+4 ഇവിടെ ഉണ്ട്, 32 ഇപ്പുറത്തുണ്ട്, 2 അങ്ങോട്ട് പോയാൽ 32/2. എത്രയ്ക്ക് ആൻസർ വരിക? 2x+4 എന്ന് പറയുന്നത് 32ന്റെ ഹാഫ്, 32ന്റെ പകുതി എത്രയാ? 16 എന്ന് വരും. വന്നോ? എല്ലാവർക്കും വന്നോ? 16. 32ന്റെ ഹാഫ് എടുത്ത് കിട്ടിയ 16 ആണ് കിട്ടിയത്. 2x+4 ആണ് 16. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലേ? ഇനി എന്താ ചെയ്യണ്ടേ? നമ്മൾ കണ്ടുപിടിക്കേണ്ട 2xനെ അവിടെ തന്നെ വെക്കുക, ഈക്വൽ ഇടുക, 16 എഴുതി, എന്നിട്ട് ഈ +4നെ അപ്പുറത്തെ ഭാഗത്തേക്ക് വെച്ചോ. +4 അങ്ങോട്ടേക്ക് എടുത്ത് മാറ്റിയാൽ -4. Therefore 2x is equal 12 ആയിരിക്കും. x is equal 12/2 അല്ലേ? ആ 2 അങ്ങോട്ട് പോയാൽ /2. അങ്ങനെ നിങ്ങളുടെ ആൻസർ എന്ത് വരും? 6 എന്ന് കിട്ടും. എക്സ് നമ്മളെ എക്സ് ആരാ? എക്സ് ബ്രെഡ്ത്ത് അല്ലായിരുന്നോ? വീതി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ് കിട്ടി. ഇനി നീളം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ 4 കൂടുതലല്ലേ? നമ്മൾ അങ്ങനെയല്ലേ എഴുതി വെച്ചതാ? നീളം എക്സിനേക്കാൾ 4 കൂടുതലാണ്. എക്സ് 6 ആണ്. 6നോട് 4 കൂട്ടിയാൽ 6+4 10 സെന്റിമീറ്റർ ആയിരിക്കും നീളം ഉണ്ടാവുക. ഇതാണ് നമുക്കിവിടെ ആൻസർ വരിക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കട്ടെ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യങ്ങൾ എന്തായാലും പ്രതീക്ഷിച്ചോണം എക്സാമിന്. ഈ റെക്റ്റാങ്കിൾ തന്നിട്ട് ഇവിടെ ഇപ്പോൾ പെരിമീറ്റർ ഒക്കെ തന്ന കണ്ടില്ലേ? ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരു ചോദ്യം നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കണം. ചതുരത്തിന്റെ നീളവും വീതിയും കാണുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയി നോക്കാം. ട്വൈസ്. ഇനി ഈ ചോദ്യത്തിൽ എന്താ കണ്ടീഷൻ അറിയോ? നിങ്ങൾ ഇത് ഒറ്റയ്ക്ക് ഇക്വേഷൻ ആക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്ക്. അങ്ങനെയാണ് നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ച് നിങ്ങൾ ലെവൽ മാറാൻ പോവാ. നോക്കിക്കോ, വായിച്ചോ. ട്വൈസ് എ നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം 5 times of the same number gives 12. എന്താ പറഞ്ഞ്? ഒരു സംഖ്യയുടെ 5 മടങ്ങിൽ നിന്ന് ആ സംഖ്യയുടെ ഇരട്ടി കുറച്ചപ്പോൾ 12 കിട്ടുന്നു. ഒരു സംഖ്യ, ഈ പ്രസ്താവനയുടെ ബീജഗണിത രൂപം എഴുതാൻ ഇതിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആക്കി നമുക്കൊരു ഇക്വേഷൻ ആക്കി എഴുതി നോക്കുക. ഒരു സംഖ്യയുടെ 5 മടങ്ങ് 5 times a number. അപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കുക, നമ്മുടെ നമ്പർ നമ്മൾ എക്സ് ആക്കി എടുക്കും. അതിന്റെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5x അല്ലേ? 5 times നമ്മൾ നേരത്തെ അങ്ങനെയല്ലേ പറഞ്ഞത്? ഇത്ര മടങ്ങ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. ഇത്ര കൂടുതലാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മോർ ദാൻ എന്നൊക്കെ പറഞ്ഞാൽ പ്ലസ് ചെയ്യാം, അല്ലെങ്കിൽ ലെസ് ദാൻ അല്ലെങ്കിൽ ഇത്ര കുറവാന്ന് പറയുകയാണെങ്കിൽ മൈനസ് ചെയ്യാം. നോക്കണേ, അങ്ങനെ 5 times ആയതുകൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്തു. എന്നിട്ട് ഒരു സംഖ്യയുടെ 5 മടങ്ങിൽ നിന്ന് ആ സംഖ്യയുടെ ഇരട്ടി കുറച്ചപ്പോൾ, ഒരു സംഖ്യയുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ ട്വൈസ്, ഡബിള്, സംഖ്യ എക്സ് അല്ലേ? ആ സംഖ്യേന്റെ തന്നെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2x. ഇത് കുറയ്ക്കുക. നിങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കേ. ഒരു സംഖ്യ എക്സ്, അതിൻ്റെ 5 മടങ്ങ് 5x. അതിൽ നിന്നും നമ്മൾ കുറയ്ക്കുന്നു. ആരെ കുറയ്ക്കുന്നു? അതേ നമ്പർ, അതേ സംഖ്യയുടെ ഡബിൾ, ട്വൈസ്, അതിൻ്റെ ഇരട്ടി. അങ്ങനെ ചെയ്താൽ എന്ത് കിട്ടുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞേ? അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് 12 കിട്ടുന്ന പറഞ്ഞു. അപ്പോൾ ഇത് സമം 12 എന്ന് എഴുതി വെക്കുക. നിങ്ങൾ ആ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ത് കിട്ടും എന്ന് പറയുന്ന സാധനം ഈക്വൽ ആക്കി എഴുതി വെക്കുക, ഈക്വൽ ടു 12. ഇനി ഇത് സോൾവ് ചെയ്താൽ ആൻസർ ആയി. 5x എന്ന് സോൾവ് ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് ആയില്ല. സംഖ്യ ഏതെന്ന് കണക്കാക്കുക. ബി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, നമുക്ക് കാണാം. 5x എന്ന് 2x മൈനസ് ചെയ്താൽ 3x ഈക്വൽ 12. എക്സ് എന്ന് പറയുന്നത് 12, ഈ 3 അങ്ങോട്ട് പോയാൽ /3. 12/3 എത്രയാ? ആൻസർ 4 ആണ്. ആ സംഖ്യ 4. കണ്ടോ, മനസ്സിലായോ? ഇത് വെറുതെ റഫ് ആയിട്ട് വേണമെങ്കിൽ ഇവിടെ ചെയ്ത് നോക്കുക. എക്സാമിന് ചെയ്യാനല്ല കേട്ടോ, ഒന്ന് വെറുതെ വേണമെങ്കിൽ മനസ്സിൽ ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് ശരിയാണോ? നമ്മൾ ചെയ്തത് ശരിയാണോ? ഈ എക്സിന് പകരം 4 കൊടുക്കുക. അപ്പോൾ ഇത് 5 ഗുണിക്കണം 4, 5 ഗുണിക്കണം 4 എന്ന് പറഞ്ഞാൽ 20. ഇനി ഈ 2 ഗുണിക്കണം 4 എന്ന് പറഞ്ഞാൽ 8. 20 നിന്ന് 8 കുറച്ചാൽ 12 കറക്റ്റാണ്. നമ്മൾ കണ്ടുപിടിച്ച 4 തന്നെയാണ് ഉത്തരം. അവിടുന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. നിങ്ങൾ തന്നെ വെറുതെ ഒന്ന് മനസ്സിൽ കൊടുത്തു നോക്കിയാൽ മതി, അപ്പം തന്നെ കിട്ടണം. അപ്പോൾ ഇതാണ് പരിപാടി. ഇങ്ങനെ ചെയ്യാൻ പഠിക്കണം കേട്ടോ. ഒറ്റയ്ക്ക് തന്നെ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാൻ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററേ സിമ്പിൾ ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. 15 years from now, Rahul's age will be 4 times his present age. What is Rahul's present age? 15 വർഷങ്ങൾക്ക് ശേഷം രാഹുലിന്റെ വയസ്സ് അവന്റെ ഇപ്പോഴത്തെ വയസ്സിന്റെ 4 മടങ്ങാവും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുലിന് ഇപ്പോൾ എത്ര വയസ്സുണ്ടെന്നാണ് ചോദിച്ചത്. നിങ്ങൾ രാഹുലിന്റെ ഇപ്പോഴത്തെ വയസ്സില്ലേ? രാഹുലിന്റെ വയസ്സ് നമ്മൾ എത്രയൊക്കെ എടുക്കുക? വയസ്സ് നമുക്കൊരു എക്സ് ആക്കി അങ്ങ് എടുക്കാം. രാഹുലിന് ഇപ്പോൾ എക്സ് വയസ്സുണ്ട്. ഇനി ഈ കഥ നമുക്കൊരു ഇക്വേഷൻ ആക്കി മാറ്റണം. 15 വർഷങ്ങൾക്ക് ശേഷം, ആഫ്റ്റർ 15 years, ഇപ്പൊ എക്സ് വയസ്സുള്ള രാഹുലിന് 15 കൊല്ലം കഴിഞ്ഞാൽ എത്ര വയസ്സുണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ എക്സ് വയസ്സ്, ഓരോ കൊല്ലം കഴിയുമ്പോൾ ഓരോ വയസ്സ് വെച്ച് കൂടൂലേ? അങ്ങനെയല്ലേ? കൊല്ലം കഴിയുന്നതനുസരിച്ച് വയസ്സ് കുറഞ്ഞു പോവോ? ഇല്ലല്ലോ. ഓരോ കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള വയസ്സിനേക്കാൾ ഒരു വയസ്സും കൂടെ കൂടൂല അടുത്ത വർഷം. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് എക്സ് ആണ് രാഹുലിന്റെ വയസ്സ് എടുത്തതെങ്കിൽ 15 വർഷം കഴിഞ്ഞാൽ രാഹുലിന്റെ വയസ്സ് എത്ര ഉണ്ടാവും? ആ എക്സിനോട് പ്ലസ് ഒരു 15 കൂട്ടിയാൽ എത്രയാണോ അത്രയും വയസ്സുണ്ടാവും 15 കൊല്ലം കഴിഞ്ഞാൽ. റെഡി? ഈ നമ്പർ എന്താണ് അവർ ക്വസ്റ്റിൽ പറയുന്നത്? ഇത് എത്രയാ? അവന്റെ ഇപ്പോഴത്തെ വയസ്സിന്റെ 4 മടങ്ങാണ് ഇതെന്ന്. 15 കൊല്ലം കഴിഞ്ഞാലുള്ള ഈ വയസ്സ്, ഇപ്പം രാഹുലിന് എത്ര വയസ്സുണ്ട്? എക്സ് വയസ്സല്ലേ ഉള്ളത്.
അതിൻ്റെ 4 മടങ്ങ് 4 ടൈംസ് ആണ്. 15 കൊല്ലം കഴിഞ്ഞുള്ള വയസ്സ് ഈക്വൽ രാഹുലിന്റെ ഇപ്പോഴത്തെ വയസ്സായ എക്സിന്റെ 4 ടൈംസ് ആണ്. കിട്ടിയോ? എക്സ് പ്ലസ് 15 എന്ന് പറയുന്നത് 4x ഈക്വൽ ആണ്. നിങ്ങൾ ഈ 15 ഇവിടെ വെച്ചിട്ട് ഈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോയി നോക്ക്. 4xന്റെ അടുത്തേക്ക് ആ എക്സ് അങ്ങോട്ട് പോയാൽ -x എന്ന് വരും. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരിക? 15 ഈസ് ഈക്വൽ 4x - x. 4x എന്ന് ഒരു എക്സ് ഒഴിവാക്കിയാൽ ബാക്കി 3x ഉണ്ടാവില്ലേ? അങ്ങനെ നമുക്ക് 3x എന്ന് കിട്ടും. ഈക്വൽ എത്രയാ? 15 അല്ലേ? റെഡിയേ? ഇനി 15 ഈക്വൽ 3x എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, 3x ഈക്വൽ 15 എഴുതിയാലും കുഴപ്പമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ x കാണുന്നു. x ഈസ് ഈക്വൽ 15 ഡിവൈഡഡ് ബൈ 3. 5 വയസ്സാണ് ഇപ്പൊ രാഹുലിനുള്ളത്. രാഹുലിന്റെ ഇപ്പോഴത്തെ വയസ്സ് 5. വെറുതെ മനസ്സിലൊന്ന് ആലോചിച്ച്, നേരത്തെ പറഞ്ഞതുപോലെ രാഹുലിന് ഇപ്പൊ 5 വയസ്സ്. ഓക്കെ, അപ്പൊ 15 കൊല്ലം കഴിഞ്ഞാൽ രാഹുലിന് 20 വയസ്സ്. അപ്പൊ 20 എന്ന് പറയുന്നത് ഇപ്പോഴുള്ള വയസ്സിന്റെ 4 മടങ്ങ് അല്ലേ? ഇപ്പോഴുള്ള 5നെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 20 കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ആൻസർ കറക്റ്റ് ആണ്. നിങ്ങൾക്ക് എക്സാം ഹോളിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിൽ ക്ലിയർ ആക്കാം. വെറുതെ ഒന്നിങ്ങനെ കൊടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ചെയ്തത് ശരിയാണോ തെറ്റാണോ. ഓക്കെ, റെഡി അല്ലേ? എന്നാ ഒറ്റ ചോദ്യം കൂടെ ചെയ്താലോ? ലാസ്റ്റ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ ഇത് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇക്വേഷൻ നമുക്കൊന്ന് ഒരുമിച്ച് ഉണ്ടാക്കി നോക്കാം. അതിന് ആൻസർ കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങളത് കണ്ടുപിടിച്ചിട്ട് ആൻസർ കമന്റ് ചെയ്യണം കേട്ടോ. നോക്കാം. 11 ലെസ് ദാൻ, എങ്ങനെയാ പറഞ്ഞേ? 11 ലെസ് ദാൻ 7 ടൈംസ് എ നമ്പർ ഈസ് 5 മോർ ദാൻ 6 ടൈംസ് ദ നമ്പർ. കുറച്ച് വലിയ കഥയാണ് പറയുന്നത്. ഒരു സംഖ്യയുടെ 7 മടങ്ങിൽ നിന്ന് 11 കുറച്ചത്. അപ്പൊ നമ്മൾ എങ്ങനെയാ തുടങ്ങുക? നമ്മുടെ സംഖ്യ ആരാ? നമ്മുടെ സംഖ്യ എക്സ്. അതിന്റെ 7 ടൈംസ് എന്നാണ്. അപ്പൊ 7x. ഈ 7 ടൈംസിന് എന്ത് ചെയ്യണം? 11 സബ്ട്രാക്ട് ചെയ്യണം, 11 കുറയ്ക്കണം. ഒരു സംഖ്യയുടെ 7 ടൈംസിലെ 7 ടൈംസിന് 11 നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. അങ്ങനെ ചെയ്താൽ എന്ത് കിട്ടുന്ന പറഞ്ഞത്? കുറച്ചതും ആ സംഖ്യയുടെ 6 മടങ്ങിനോട് 5 കൂട്ടിയതും തുല്യമാണ്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കാം. 11 ലെസ് ദാൻ 7 ടൈംസ് എ നമ്പർ ഈസ്, അത് ഈക്വൽ ആണ്. ആർക്ക് ഈക്വലാ? 5 മോർ ദാൻ 6 ടൈംസ് ദ നമ്പർ. 6 മടങ്ങിനോട്, ആ സംഖ്യയുടെ 6 മടങ്ങിനോട് 5 കൂട്ടിയതിന് തുല്യമാണ്. ആ സംഖ്യയുടെ, സംഖ്യ എന്ന് പറഞ്ഞാൽ എക്സ്, അതിന്റെ 6 മടങ്ങ് 6 ടൈംസ് 6x, അതിനോട് 5 കൂട്ടിയത് +5. ഇത് രണ്ടും തുല്യമാണെന്ന് കാണിക്കാൻ ഒരു ഈക്വൽ ടൂവും കൊടുക്കാം. കേട്ടോ? ഐഡിയ മനസ്സിലായോ? ഇനി ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ ഉണ്ടാക്കിയ ഇക്വേഷൻ ഒന്നുകൂടെ നോക്കേ. അത് ആദ്യം നിങ്ങൾ ക്ലിയർ ആക്കണേ. 11 ലെസ് ദാൻ 7 ടൈംസ് എ നമ്പർ, ഒന്നാമത്തെ സെറ്റ്. 11 ലെസ് ദാൻ, അപ്പൊ 11 സബ്ട്രാക്ട് ചെയ്തു. ആരോട്? 7 ടൈംസ് എ നമ്പർ 7x. അത് ഓക്കെ ആണേ. ഇനി രണ്ടാമത്തെ എന്താ? 5 മോർ ദാൻ 6 ടൈംസ് ദ നമ്പർ. 5 കൂടുതലാണ്, 5 കൂടുതൽ, മോർ ദാൻ പ്ലസ് ആണ്. ആരോട്? 6 ടൈംസ് ദ നമ്പർ 6x-നോട് 5 കൂട്ടണം. ഇനി ഇതാണ് നിങ്ങൾ സോൾവ് ചെയ്ത് ആൻസർ ആക്കേണ്ടത്. ഇത് നിങ്ങൾ സോൾവ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എക്സ് ഒക്കെ ഒരു ഭാഗത്തേക്കും നമ്പർ ഒക്കെ ഒരു ഭാഗത്തേക്ക് ആക്കി മാറ്റുക. ഇവിടെ 7x ഉണ്ട്, അപ്പുറത്ത് കിടക്കുന്ന 6x-നെ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടാൽ എന്താവും? -6x ആയിട്ട് മാറും. ഈക്വൽ റൈറ്റ് സൈഡിൽ ഇവിടെ ഓൾറെഡി ഒരു 5 ഉണ്ട്. ഈ ഭാഗത്ത് കിടക്കുന്ന -11 അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ അത് +11 ആയിട്ട് മാറും. 7x ന്ന് 6x കുറച്ചാൽ എന്തോ ഒന്ന് കിട്ടും. 5 11 എന്തോ ഒന്ന് കിട്ടും. ബാക്കി നിങ്ങൾ സോൾവ് ചെയ്തിട്ട് ഏതാണ് ആ നമ്പർ, ഏതാണ് ആ സംഖ്യ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കാം. അപ്പൊ ഇക്വേഷൻ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഈ ചോദ്യങ്ങളൊക്കെ പഠിച്ചു വെച്ചോ. ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ്. ബാക്കി നമ്മൾ ഇന്ന് വൈകിട്ട് ലൈവിൽ 7 മണിക്ക് കാണുന്ന സമയത്ത് നമുക്ക് എല്ലാ ചാപ്റ്ററും സെറ്റ് ആക്കണം. അപ്പോൾ മക്കളെല്ലാവരും കൃത്യസമയത്ത് ലൈവിൽ വരിക. നിങ്ങളെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി വരണോ? എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ഫ്രണ്ട്സുമായിട്ട് ഒരുമിച്ച് ഇങ്ങോട്ട് പോരുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക. ഈ ക്വസ്റ്റിന്റെ ആൻസർ കമന്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.